ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൈറ്റ് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ ചോക്ലേറ്റ് ഡ്രീം കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊക്കെ കാണുക. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ വൈറ്റ് ഡ്രീം കേക്കും കൂടെ റെഡിയാക്കി എടുത്തതാണ്. രണ്ട് കേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കേക്ക് ഡ്രീം കേക്കിന് വേണ്ടിയിട്ടൊരു സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. 1/2 കിലോത്തിൻ്റെ കേക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീറ്ററുള്ളവർക്ക് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ കേക്ക് റെഡിയാക്കാതെ ഇരിക്കണ്ട. അപ്പോൾ ഇനി ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം അത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. എങ്കിലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പീഡ് ഏറ്റവും കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ പാച്ചിൽ വെച്ചിട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ബീറ്റർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ബീറ്റർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഓയിൽ പുരട്ടി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോത്തിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കുന്നത്. 1/2 കിലോത്തിൻ്റെ കേക്കാണെങ്കിൽ 1 കിലോത്തിൻ്റെ ടിന്നിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് മുൻപ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓവണൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് ആരും കേക്ക് റെഡിയാക്കാതെ ഇരിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്.
ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം നമ്മുടെ കേക്ക് ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇതുപോലൊരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. ചൂടോടുക്കാൻ മാറ്റിയെടുക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. കണ്ടില്ലേ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടി പിടിച്ചിട്ടോ ഒന്നുമില്ല. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രീം കേക്ക് റെഡിയാക്കാനുള്ള പാത്രം ചെറുതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കൊന്ന് അതിന് പാകത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ടിന്ന് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ പാകത്തിന് നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് പാകമായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, എത്രയും ബാക്കിയാണ്. ഇനി നമുക്ക് കുറച്ച് ഹൈറ്റും കൂടെ കുറക്കാനുണ്ട്. കാരണം ഇത് കേക്ക് ടിന്നിലിട്ട് കൊടുക്കുമ്പോൾ 3/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കേക്കിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ബൗൾ എടുക്കാം. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഇതുപോലെ പാലിൻ്റെ മിക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ കേക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതുപോലെ പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ കേക്ക് മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. എങ്കിലേ നമ്മുടെ പാലിൻ്റെ മിക്സ് കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തോണ്ടാണിത് ഒന്ന് ഇതാത്തത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് പാലിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതുപോലെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത ലെയർ റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ഒരു പാച്ചിൽ വെച്ചിട്ടും ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. സ്പൂണ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മൾ സാധാ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത് പോലെ നല്ല സ്റ്റിഫായിട്ട് തന്നെ വേണ്ട നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റർ എടുത്തുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി അതും കൂടെ നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റും കൂടെ, വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ല, എത്രയും ലൂസ് ആയിക്കോട്ടെ കുഴപ്പമില്ല, നല്ല സ്റ്റിഫായിട്ട് വരണം എന്നൊന്നുമില്ല. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ നമ്മുടെ സെക്കൻഡ് ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ എല്ലാ ഭാഗവും ഒരേ ലെവൽ അങ്ങ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. നല്ലതുപോലെ തന്നെ ഒന്ന് സെറ്റായി കിട്ടും. അടുത്ത ലെയർ റെഡിയാക്കുന്നത് വരെ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതാക്കി പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതുപോലെ കുറച്ച് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാലിന് പകരം വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും മെൽറ്റായിട്ട് കിട്ടില്ല നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ ഇനി നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റും ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ കേക്ക് എടുത്തിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയർ നമ്മുടെ കേക്കിലേക്ക് ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് റെഡിയാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും എത്തും. നമ്മൾ സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് പരത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഇതുപോലെ നമ്മുടെ കേക്ക് ടിന്നൊന്ന് ചെരിച്ച് കൊടുത്താൽ ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ ചോക്ലേറ്റ് അങ്ങ് ആയി കിട്ടും. അപ്പം ഇതുപോലെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബദാം പൊടിച്ചെടുത്തതാണ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് നട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, അത് നമ്മുടെ ഇഷ്ടമാണ്, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ ബദാമാണ് എടുത്തിട്ടുള്ളതെന്ന് മാത്രം. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ മിൽക്കി ബാർ വെച്ചിട്ടാണ് നമ്മുടെ നാലാമത്തെ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ചോക്ലേറ്റും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മിൽക്കി ബാറൊക്കെ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു പീസ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറിൽ നിന്ന് 2 പീസ് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുടുവെള്ളത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം അതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ നമ്മുടെ മിൽക്കി ബാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. നമ്മൾ ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ചുടുവെള്ളത്തിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയറും സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം, അത് മറക്കരുത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളം ചൂട് കൊടുക്കാനാണ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള മിൽക്കി ബാർ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മിൽക്കി ബാറിൻ്റെ ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതാകെ അങ്ങ് പരത്തി കൊടുക്കുക. ഒരേ ലെവലായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. നമ്മളിതുപോലെ ചോക്ലേറ്റ് മുകളിൽ ലെയർ ആയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടി കമ്മിയായിട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഒരു അരിപ്പ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 5ാമത്തെ ലെയറായിട്ട് നമ്മൾ ഇതുപോലെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, അത് കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുത്തിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഏതായാലും ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷുഗർ പൊടിച്ചെടുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഷുഗറാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ട ആ സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് കഴിക്കുകയാണ്, നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പം നമ്മുടെ ആ കേക്കിൻ്റെ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് വൈറ്റ് ഡ്രീം കേക്കാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.